സർപ്രൈസ് കൊടുക്കാൻ പോകണം. ആർക്കാണ് വാസിൽ നമ്മൾ സർപ്രൈസ് എടുക്കാൻ പോകണത്? നമ്മളെ സ്റ്റുഡൻസ് ഇവിടെ കാലിക്കറ്റ് വന്നിട്ട് പ്ലേസ് ആയിട്ടുണ്ട് HR മാനേജ്മെന്റിൽ. ഓനൊന്ന് സർപ്രൈസ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം. फूल बरसे हर एक दिल पे जल गए जो तेरे इश्क में तू मिल जाए. ഇവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷേ എക്സിക്യൂട്ടീവായിട്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ 4 month കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ കമ്പനിയിലാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ സാറാണെങ്കിലും മാനേജറാണെങ്കിലും നമുക്ക് ഓക്കെ ആണ്, ഭയങ്കര കംഫർട്ടാണ്. കോഴ്സ് കഴിഞ്ഞത് കഴിഞ്ഞ മന്ത് ലാസ്റ്റാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല ജോബ് പൊസിഷൻ കിട്ടി. ഐക്യുജിറ്റിൻ്റെ ക്ലാസ് ആയാലും ട്രെയിനിങ് പ്രോഗ്രാം നല്ല ബെറ്റർ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു പോസ്റ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നല്ല എൻവറോൺമെൻറ്റ്, നല്ല കൾച്ചറാണ്. മാനേജറും നല്ല ഉഷാർ. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ മാസമാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഐക്യുജിയുടെ ലൈഫ് ടൈം പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് തരുന്നുണ്ടല്ലേ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അതിന് മുന്നേ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഐക്യുജിയുടെ വേറൊരു ഓപ്ഷൻ തന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. സ്റ്റുഡൻസിനെ വിസിറ്റ് ചെയ്യുക, അവരെ റിവ്യൂ എടുക്കുക, ഈ ഒരു ഉദ്ദേശത്തിലല്ല ശരിക്കും വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടത് ഇവരെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഇവരെ ഹെഡ് ഞങ്ങളായിട്ട് സംസാരിക്കുക, അവരെ പെർഫോമൻസ് എന്താണെന്ന് അറിയാന്നുള്ളതാണ്. അടിപൊളിയാണ്. അടിപൊളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്, ഫാസ്റ്റ് ലേണറാണ്. പിന്നെ ഒരു HR-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വളരെ ഹ്യൂമൻ റിസോഴ്സസ് ആണല്ലോ, മനുഷ്യന്മാരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണല്ലോ. എക്സലന്റ് ആണ്, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രൊഡക്റ്റ് മിസ്സായിട്ടില്ല. റിൻസിലയുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഭയങ്കര കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ്. പക്ഷെ റിൻസില ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാൾ പിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അതിനപ്പുറത്തോട്ട് ഒരാൾ എന്നോട് പണിയെടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യില്ല. ഞാൻ എന്താണ് അതിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. പക്ഷെ ഞാനൊരു വീഡിയോ തെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. അല്ല, അതൊരു മെന്റാലിറ്റി അല്ലേ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മെന്റാലിറ്റിയാണ്. ഇപ്പോൾ ആർക്കും ലീഡർ ആവും. ഷീസ് ഹാവിങ് ലീഡർഷിപ്പ് ക്വാളിറ്റി. നിതനായിട്ട് ഞാൻ ആദ്യം സംസാരിച്ച് നമുക്കൊരു ഫസ്റ്റ് സിറ്റിംഗ് ഉണ്ടാവുമല്ലോ. നിത ഒരു ആർട്ടിസ്റ്റ് കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ പിക്ചർ ഒന്ന് വരച്ചു തരാൻ വേണ്ടി പറഞ്ഞു. പൈസ ഒന്നും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലാണ് അവളെ ഞാൻ പിറ്റേ ദിവസം ഞാൻ നീതുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നമുക്ക് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഐ ആസ്ക്ഡ് ഹർ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. അപ്പം ഷീ സെഡ് ഓക്കെ. ഷീ ഹാസ് ദാറ്റ് ക്വാളിറ്റി. ആ ക്വാളിറ്റി കാണുന്ന പോലെ ഒന്നും അല്ല ഇത്. ബാക്കിയുള്ളവരുടെ കഥ എനിക്കറിയില്ല. പക്ഷെ ഈ മൂന്ന് പേരും എക്സലന്റ് ഷോസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി.